ഭഗവദ്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യ പദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. വേദവ്യാസ കവിത. ജീവിതം വിജയിക്കുക എന്നാൽ നമ്മുടെ ജീവിതത്തെ വളരെ ആസ്വദിച്ചുകൊണ്ട് സന്തോഷമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലരുടെയും മാനസികമായ ഈഗോ, സെൽഫിഷ്നെസ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ട് പലപ്പോഴും പലതരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്, ക്ലാഷുകളുണ്ടാകും, പല മാനസിക പ്രശ്നങ്ങളുണ്ടാകും. ഇതൊക്കെ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും ആൾ വളരെ ഈഗോ ആണ്, ആൾ വളരെ സെൽഫിഷാണ്, ആൾ വളരെ സ്റ്റബേണാണ്, ആൾ വളരെ അട്ടമെൻ്റാണ്, ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ആളാണ്. ഇങ്ങനെയൊക്കെയുള്ള വ്യക്തിത്വങ്ങൾ സമൂഹത്തിലുണ്ട്. ഈ തരത്തിലുള്ള വ്യക്തിത്വങ്ങളായി ജീവിച്ചാൽ എവിടെ എന്ത് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യം? ജീവിതം അതോടുകൂടി കഴിഞ്ഞു. നമുക്ക് വേണ്ടത് ജീവിതം ആസ്വദിക്കലാണ്, സന്തോഷമായിട്ട് കൊണ്ടു നടക്കലാണെങ്കിൽ പല സ്വഭാവങ്ങളെയും അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. എന്ന് വെച്ച് നമ്മൾ സഫർ ചെയ്യണം എന്നല്ല അർത്ഥം. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് യു ആർ accepting everything and undergoing everything. You are not such a weak one. പിന്നെ എന്താണ് നമുക്ക് വേണ്ടത്? നമ്മൾ അക്കോമഡേറ്റ് ചെയ്യും വേണം. എന്നാൽ അവരുടെ ഒരു നെഗറ്റിവിറ്റിയും നമ്മളെ ബാധിക്കാതെ, സ്പർശിക്കാതെ അവരെ കൂടി ഗൈഡ് ചെയ്യാൻ പറ്റണം. ഇന്ന് പലരും പറയുന്നത്, ഇന്ന് സമൂഹത്തിൽ നമ്മൾ കേൾക്കുന്ന വാക്ക് ഐ കനോട്ട് ജസ്റ്റ് സഫർ എന്നാണ്. ബട്ട് വൈ കാണ്ട് യു ടെൽ ഐ വിൽ ഗൈഡ് എന്നെന്തുകൊണ്ട് പറയുന്നില്ല? നമുക്കൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണ്ടേ? അപ്പം ആ ഇൻഫ്ലുവൻസിങ് മൈൻഡ് നമുക്കുണ്ടാവണമെങ്കിൽ തമാഹു പണ്ഡിതം ബുധ, അവരാണ് പണ്ഡിതർ. അതാണ് ഗീത നിങ്ങൾക്ക് നേടിത്തരുന്നത്. എങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഇപ്പം നമ്മൾ കണ്ടില്ലേ വൈറസൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യൽ. അപ്പം ഡ്രഗ്സ് അഡിക്റ്റ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യണു, ഡ്രിങ്ക്സ് എല്ലാം നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കൊരാളെ ഗൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പം ആ ഗൈഡിങ് നമുക്ക് സാധിക്കണമെങ്കിൽ അതിനുള്ള ഒരു സ്റ്റഫ് നമ്മളതിലുണ്ടാവണം, അറിവ് നമ്മളതിലുണ്ടാവണം. മാനസികമായ ആത്മശക്തിയും മാനസികമായ പക്വതയും നമുക്ക് വേണ്ടേ? മുഴുവൻ പക്വത ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് സം എക്സ്റ്റെൻറ്റ് വേണ്ടേ? ഇതൊക്കെ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഞാൻ സഫർ ചെയ്യുന്നു, ഞാൻ ദുഃഖിക്കുന്നു, വിഷമിക്കുന്നു, എന്നെ മറ്റുള്ളവർ വല്ലാതെ യൂസ് ചെയ്യുന്നു, ഐ ആം സോ ഡിപ്രസ്ഡ്. എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു? കാരണം മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇല്ല. ഓരോ വ്യക്തിയിലും ഈ ഇന്നർ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്താൽ നിങ്ങളൊരിക്കലും വിക്റ്റിമല്ല, നിങ്ങളൊരു വില്ലനുമല്ല, വിക്റ്റിമുമല്ല, വില്ലനുമല്ല. പക്ഷെ നിങ്ങളൊരു ശ്രേഷ്ഠമായ ജീവിതം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു ഗൈഡാണ്. ഈ ഗൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥം ഒരു ശ്രേഷ്ഠനായ മഹത് വ്യക്തിത്വമാണ്, മഹാത്മാവാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് എല്ലാവരുടെയും ജീവിതം നശിപ്പിക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഈഗോ കൊണ്ട് നടക്കാം. സർവനാശം, ഈഗോ, സെൽഫിഷ്നെസ് സർവനാശത്തിൻ്റെയാണ്. എന്നാൽ സെൽഫിഷ്നെസ്സിലേക്ക് വരുമ്പോഴോ അത് അങ്ങേയറ്റത്തെ മനുഷ്യൻ്റെ ആത്മനാശത്തിലേക്ക്. സർവനാശമുണ്ടോ? ആത്മനാശവുമുണ്ട്. ഉറപ്പല്ലേ അത്? നിങ്ങൾ നോക്കും, മതപരമായിട്ടുള്ള ലോകത്തിൽ നിൽക്കുന്നത് കാണാം. നിങ്ങൾ പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും നോക്കൂ, ഞങ്ങളുടെ മതം പറയുന്നു ശരി, ഞങ്ങളുടെ മതം പറയുന്നു മാത്രമേ ശരിയുള്ളൂ, ഞങ്ങളുടെ മതത്തിന് ഇത് മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. മറ്റുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മറ്റുള്ളവരോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആകെ പ്രശ്നം, കലഹം, അടി, തമ്മിൽ ഇന്ന് ബോംബ് വെച്ച് നശിപ്പിക്കുന്ന മതങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ? ലോകത്തിൻ്റെ ശാന്തിയുടെ മതങ്ങളാണെന്ന് പറയുന്ന മതങ്ങളൊക്കെ ഇന്ന്
ശാന്തിയും വിശ്വസാഹോദര്യത്തിൻ്റെ മതങ്ങളെന്ന് പറയുന്നത് തമ്മിൽ സാഹോദര്യമില്ലാതെ ബോംബ് വെച്ച് മരിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? നശിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? വിശ്വനാശം, സർവനാശം. ലോകം ഭയപ്പെടുന്നത് ഇന്ന് അത്തരത്തിലുള്ള തീവ്രവാദ ചിന്തകളെയല്ലേ? അതിലൂടെ ആത്മനാശവും വരുത്തുന്നവർ. എന്നാൽ സർവശ്രേഷ്ഠം, സർവശ്രേയസ്കരം, ആത്മശ്രേയസ്കരം, അങ്ങനെയും ജീവിക്കാലോ മനുഷ്യർക്ക്. ലോകത്തിനും തനിക്കും ഉപകാരപ്രദമാകുന്ന, ഉത്കൃഷ്ടമാകുന്ന, മഹത്വരമാർന്ന ഒരു ചിന്തയിൽ നിന്നാണ് എല്ലാം രൂപപ്പെടുന്നത്. മനുഷ്യനെന്ന് പറഞ്ഞാൽ ചിന്തയാണ്. അപ്പോൾ ആ ഉത്കൃഷ്ട ചിന്ത നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ ജീവിതത്തെക്കുറിച്ച് നാം ശരിക്കും മനസ്സിലാക്കണം. അതാണ് ഗീത പറഞ്ഞു തരുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നുള്ള ആവിഷ്കാരമാണ് ജീവിതം. ജീവിതം മീൻസ് ജീവൻ്റെ ഒരു എക്സ്പാൻഷനാണ്, ജീവൻ്റെ എക്സ്പ്ലോറേഷനാണ്, ജീവൻ്റെ പ്രകടനമാണ് ജീവിതം. ജീവൻ അങ്ങനെ ഒരിക്കലും പ്രകടിപ്പിക്കാതെ ഒരു ഭാഗത്ത് അങ്ങനെ നിന്നിരുന്നെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് വി ടോക്ക് അബൌട്ട്? ഒരു കലാകാരൻ്റെ ഉള്ളിൽ കല മുഴുവൻ ഒതുങ്ങി നിന്നാൽ കലയെക്കുറിച്ച് നിൽക്കെന്ത് പറയാൻ പറ്റും? കല എന്ന് പറയുമ്പോൾ കലാകാരൻ്റെ കലാ സൃഷ്ടിയാണ്, അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ ആ കാരനോ കാര്യോ ആരാവട്ടെ അവരുടെ ഉള്ളിലുള്ള ജന്മവാസനയാണത്, സർഗാത്മകതയാണ്, അവരുടെ ആവിഷ്കാരത്തിൻ്റെ മഹത്വമാണത്. ഇപ്പം ജീവൻ എന്ന് പറയുന്നത് ജീവിതത്തെ പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന ശക്തിയാണ്. അപ്പം ജീവിതം എന്നാൽ ആവിഷ്കാരമാണ്. ഈ ആവിഷ്കാരം നമുക്ക് പലതരത്തിലാക്കാം. സർവനാശത്തിൻ്റേതാക്കാം, കള്ളും വെള്ളവും മറ്റും മാത്രം കഴിച്ച് ആത്മനാശത്തിലേക്ക് ഒരുക്കാം, അല്ലെങ്കിൽ അവനവനും മറ്റുള്ളവർക്കും പ്രയോജനകരമാകുന്ന ശ്രേയസ്കരമാക്കാം. ഈ ശ്രേയസ്കരമായൊരു മാർഗത്തെ നമുക്ക് വാർത്തെടുക്കാൻ, അതിനെ അവനവൻ്റെ ഉള്ളിൽ നിന്നും ആവിഷ്കരിക്കേണ്ട, പ്രകടമാക്കേണ്ട, വികസിപ്പിക്കേണ്ട സത്ചിന്തകൾ, സദ്വികാരങ്ങൾ, സദ്ഭാവനകൾ, അതാണ് കൃഷ്ണൻ ഗീതയിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീത നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം എന്ന് ആവർത്തിച്ച് നിങ്ങളോട് പറയണം. നിൽക്കട്ടെ, നമ്മൾ എത്തി നിൽക്കുന്ന ശ്ലോകം 19ഉം 20ാമത്തെ ശ്ലോകമാണ്. 4ാം അധ്യായത്തിൽ ആ 19ഉം 20ഉം ഒന്നുകൂടി നമുക്ക് ചൊല്ലാം. യസ്യ സർവേ സമാരംഭാ കാമസങ്കൽപ്പവർജിതാ ജ്ഞാനാഗ്നിദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാ. ആദ്യം കൃഷ്ണൻ പണ്ഡിതം ബുധാ എന്ന് പറഞ്ഞു. ആരാ പണ്ഡിതൻ? ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ജ്ഞാനാഗ്നി ജ്വലിക്കുന്നവനാണ് പണ്ഡിതൻ. എന്താണ് നമുക്ക് വേണ്ടത്? ജ്ഞാനം. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ജീവിതം സന്തോഷിക്കാനുള്ളതാണ്. അപ്പം ആ സന്തോഷിക്കണമെങ്കിൽ അവനവനിൽ നിക്ഷിപ്തമായ കർമ്മങ്ങളിൽ, കർത്തവ്യങ്ങളിൽ, പ്രവൃത്തികളിൽ മാനസികമായി മുഴുകണം. ഇവിടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവരണം. ഇപ്പം നമ്മുടെ മനസ്സ് മുഴുവനായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് വ്യാപൃതമാകുമ്പോഴാണ്, അതിലേക്ക് പൂർണ്ണമായി എത്തിച്ചേരുമ്പോഴാണ് അവിടെ ശരിയായ ജീവിതം, ആവിഷ്കാരം നടക്കുന്നത്. അവിടെയാണ് ജീവിതം ആസ്വാദ്യമാകുന്നത്, അവിടെയാണ് ജീവിതം ധന്യമാകുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടല്ലോ, ഇഷ്ടമില്ലാത്ത പ്രവൃത്തികളിൽ എങ്ങനെ എൻ്റെ മനസ്സ് മുഴുകും എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഏത് പ്രവൃത്തിയിലും നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ ചില പരിശീലനങ്ങൾ മാത്രം മതി. നമുക്കിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളതല്ല വിഷയം. നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. പ്രവൃത്തിയിലാണ് നിങ്ങൾ ആസ്വാദ്യത കാണുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി ആ പ്രവൃത്തിയിൽ നിങ്ങൾ വ്യാപൃതരായി, നിങ്ങൾ ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയിൽ പോലും മനസ്സിനെ ഒന്ന് വ്യാപരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വിചാരിക്കുക. അതും എൻജോയ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ജീവിതമായി. ഏതൊരു പട്ടാളക്കാരനും ഞാൻ പറഞ്ഞ ബോർഡറിൽ നിൽക്കുന്നത് ഇഷ്ടകരമായിരിക്കില്ല, കാരണം തണുത്ത് വിറയ്ക്കുന്ന അന്തരീക്ഷം. പക്ഷെ അതും ആസ്വദിക്കാനുള്ളൊരു മനസ്സ് വന്നു കഴിഞ്ഞാൽ ജീവിതം നല്ലതെന്നോ ചീത്തതെന്നോ ഇല്ല.
ലൈഫിന് നമ്മളാണ് നിർവചനം കൊടുക്കുന്നത്, നല്ലതും ചീത്തതുമാണെന്ന്. ഇപ്പം മരണം ചീത്തതാണ് നമ്മൾ പറയുന്നു, പക്ഷെ വളരെ പ്രായമായിട്ട് അങ്ങനെ നരകിക്കുന്ന ഒരാൾക്ക് മരണം നല്ലതല്ലേ അവർക്ക്? ഇപ്പം നമ്മൾ ശവശരീരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാണ്. നിങ്ങൾ മോർച്ചറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ നോക്കൂ, അവരത് കണ്ട് കണ്ട് ശീലിക്കുകയാണ്. അപ്പം ഈ തരത്തിൽ ഇന്നത് നല്ലത് ഇന്നത് ചീത്തത് എന്നൊക്കെ നമ്മൾ കൊടുത്ത നിർവചനമാണ്. ശരിയാണ്, സമൂഹത്തിൽ ചില ചീത്തത് ഉണ്ട്, അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കളവ്, മോഷണം, വഞ്ചന, കുറ്റപ്പെടുത്തൽ, ചതി, കൊല ഒക്കെ തെറ്റ് തന്നെയാണ്, സംശയമില്ല. പക്ഷെ അതിന് നമ്മൾ നിർവചനം കൊടുക്കുമ്പോഴും നമ്മുടെ അതിർത്തി കടന്ന് ഒരു നശിപ്പിക്കാനുള്ള തീവ്രവാദി വരുമ്പോൾ, പട്ടാളക്കാരൻ വെടിവെക്കുമ്പോൾ അത് ക്രൂരതയിൽപ്പെടുന്നതല്ല, അത് മോശമല്ല, അത് അവിടെ നല്ല പ്രവൃത്തിയാണ്. കാരണം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ലതും ചീത്തതും നിശ്ചയിക്കുന്നത് നാം ഇതിന് കൊടുക്കുന്ന, ഇതിൻ്റെ എന്താ പറയുക, ആ ഒരു റിസൾട്ട് കൊണ്ടുണ്ടാകുന്ന മഹത്വമാർക്ക്. ഒരു സമൂഹത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു പട്ടാളക്കാരൻ വെടിവെച്ചു കൊള്ളെങ്കിൽ അത് ശ്രേഷ്ഠമാണ്. പക്ഷേ സ്വന്തം സ്വാർത്ഥതയ്ക്കാവുമ്പോൾ അത് തെറ്റാണ്. സോ ഏത് കോണിൽ നിന്ന് നമ്മൾ നോക്കുന്നോ അതിനനുസരിച്ചായിരിക്കും അത് ചീത്തയും നല്ലതും ആവുന്നത്. ഇപ്പോൾ ഒരച്ഛൻ കുട്ടികളെ അടിക്കുമ്പോൾ ആ കുട്ടികളുടെ വ്യക്തി വികാസത്തിനാണ്, സ്വഭാവശുദ്ധീകരണത്തിനാണ്, നന്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് നല്ല പ്രവൃത്തിയാണ്. എന്നാൽ അത് ഒരു സ്വാർത്ഥ ചിന്തയിലാകുമ്പോൾ, അതായത് ഒരു കാര്യം ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല, അപ്പം എൻ്റെ ഈഗോ അതിന് വേണ്ടിയിട്ടാണ് അടിച്ചതെങ്കിൽ അത് തെറ്റുമായിരിക്കാം. അപ്പം ഈ ശരിയും തെറ്റൊക്കെ നമ്മൾ കാണുന്നത് നമ്മളുടെ ഓരോ വീക്ഷണകോണിൽ നിന്നാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, കാരണം അതൊരു വേറൊരു വിഷയമാണ്. നമുക്കിവിടെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ജീവിതം ആസ്വദിക്കണം, സന്തോഷിക്കണം. അപ്പം അതിന് കുറേ നമ്മളിൽ നിത്യകർമ്മങ്ങളും നൈമിത്യകർമ്മങ്ങളും നിഷ്ഠകളൊക്കെ ഉണ്ട്. അപ്പം നാം എന്ത് ചെയ്യാൻ നമ്മളിൽ നിർബന്ധിതരാണോ, ഇതൊക്കെ മേഖലകളാവട്ടെ, ആ മേഖലകളിലൊക്കെ നമുക്ക് മനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കണം. മനസ്സ് മുഴുകുന്നിടത്താണ് മനസ്സിൻ്റെ സുഖവും ശാന്തിയും സന്തോഷവും സംതൃപ്തിയും എന്ന് ഉറപ്പിച്ച് ഒരു കർമ്മത്തിൽ മുഴുകുന്നവനാണ് പണ്ഡിതൻ. പണ്ഡിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ യൂണിവേഴ്സിറ്റി സ്കോളറല്ല എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു. ഏത് കർമ്മത്തിലും മുഴുകുമ്പോഴാണ് അത് ആസ്വാദ്യമാകുന്നത്. അതിനാ മുഴുകാനുള്ള കഴിവ് എനിക്കുണ്ടാവണം. അപ്പോഴാണ് ജീവിതം ആസ്വാദ്യകരമാകുന്നത്, സന്തോഷകരമാകുന്നത്, സംതൃപ്തമാകുന്നത്. അപ്പം അതിന് മനസ്സിനെ ആരാണോ തയ്യാറാക്കിയെടുക്കുന്നത്, അറിവോടുകൂടി തയ്യാറാക്കുന്നത്, തമാഹു പണ്ഡിതം ബുധ. അപ്പം അങ്ങനെയുള്ളവരെ പണ്ഡിതൻ എന്ന് പറയും. പക്ഷെ എങ്ങനെ ആ മനസ്സ് ഡെവലപ്പ് ചെയ്യും, അതല്ലേ പ്രശ്നം. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലകളിലൊക്കെ മനസ്സ് മുഴുകാം, ഇഷ്ടപ്പെടാത്ത മേഖലകളിലും മനസ്സിനെ കൊണ്ടുവരാൻ എങ്ങനെ പറ്റും? അതിന് കൃഷ്ണൻ വഴികൾ പറഞ്ഞു തരികയാണ്. അപ്പോഴാണ് നമ്മൾ അടുത്ത ശ്ലോകം കണ്ടത്, 20ാമത്തെ ശ്ലോകം. തെക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയ കർമ്മണി അഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സാം. ഈ ശ്ലോകം വളരെ ശ്രദ്ധിക്കണം. തെക്ത്വാ കർമ്മഫലം, കർമ്മഫലസംഗം. കർമ്മഫലം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ശമ്പളമോ നമുക്ക് കിട്ടുന്ന കൂലിയോ കളയാനല്ല കൃഷ്ണൻ ഇവിടെ പറയുന്നത്. കർമ്മഫലത്തെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് കളയാൻ ഒരിക്കലും നമ്മുടെ ഭഗവത്ഗീതയിൽ എവിടെയും കൃഷ്ണൻ ആഹ്വാനം ചെയ്തില്ല. ഇതെല്ലാം ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കർമ്മഫലാസംഘം തെക്ത്വ, ഫലത്തിനോടുള്ള സംഘമാണ് ത്യജിക്കേണ്ടത്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, ഒരു പ്രവൃത്തി ശ്രേഷ്ഠമാവണമെങ്കിൽ, അത് നമുക്ക് സംതൃപ്തിയും സുഖവും തരണമെങ്കിൽ, ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ മനസ്സ് മുഴുകണമെങ്കിൽ മനസ്സിൽ മറ്റ് വിചാരങ്ങളെ മാറ്റാൻ നമുക്ക് സാധിക്കണം. ഇപ്പം സാധാരണ ആളുകളെ സംബന്ധിച്ച് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികളിലൂടെ, അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തതെന്നാണ് ബോറടിപ്പിക്കുന്ന കാര്യങ്ങളിലൂടെ മനസ്സ് പോകുമ്പോൾ മനസ്സിൻ്റെ ശ്രദ്ധ മറ്റ് പലതിലേക്കും, മൊബൈലിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിളിക്കുന്നതിലോ മറ്റുള്ള കാര്യത്തിലേക്കോ പോകുന്ന ആ തരത്തിലുള്ള ചിന്തകളെ നമുക്ക് കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിനെ ഒരിടത്ത് തന്നെ ഫോക്കസ് ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു പരിശീലനമാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളതിൽ ഫോക്കസ് ചെയ്യാൻ മനസ്സിനെ പരിശീലിപ്പിക്കുക. അതാണ് തപസ്. ഈ തപസ് ചെയ്യാൻ നമ്മൾ പരിശീലിപ്പിച്ചാൽ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ, കുറേ കഴിഞ്ഞാൽ ശരീരം വാർദ്ധക്യത്തിലേക്ക് കടക്കും,
പല രോഗങ്ങളും വന്ന് നാം അസ്വസ്ഥരാകുമ്പോൾ, അന്ന് മൊബൈലും ടി വിയും ടാബ്ലറ്റും കയ്യിൽ വയ്ക്കാൻ പറ്റാതിരിക്കുമ്പോൾ ആ ബെഡിൽ കിടന്ന് എന്തിന് അസ്വസ്ഥമാവണം? ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കാൻ സാധിച്ചാൽ, ഇപ്പോൾ നമ്മുടെ മനസ്സിനെ നാം ചെയ്യുന്ന പ്രവൃത്തികളിൽ അതിനെ മുഴുകാനുള്ള പരിശീലനം കൊടുത്താൽ, നാളെ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു കിടക്കയിൽ കിടക്കേണ്ട ഗതികേട് വന്നാലും നമുക്കും ഭീഷ്മ പിതാമഹനെപ്പോലെ ചൊല്ലാം: വിശ്വം വിഷ്ണു വഷട്കാരോ ഭൂതഭവ്യഭവൽ പ്രഭോ ഭൂതഗദ്ഭൂതബദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. ആസ്വദിക്കാം. ബോറടി ഉണ്ടാവില്ല, മനസ്സിൽ വിഷമങ്ങൾ തട്ടില്ല. അതൊക്കെ മനസ്സിൻ്റെ പരിശീലനങ്ങളാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് ട്രെയിനിങ്. യു ആർ ഗീവിങ് ട്രെയിനിങ് ടു ദ മൈൻഡ്, ട്രെയിനിങ് ടു യുവർ ഓൺ മൈൻഡ്. ഇന്ന് മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. മൈൻഡ് മാനേജ്മെൻ്റ് ഉണ്ട്, മൈൻഡ് മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട്, പോസിറ്റീവ് തിങ്കിങ് ക്ലാസ് ഉണ്ട്. പക്ഷേ അവനവൻ്റെ മൈൻഡിന് ഇഷ്ടമില്ലാത്ത മേഖലകളിലൂടെ വ്യാപരിക്കുമ്പോഴും അതിൽ ഏകാഗ്രതയോടെ, ശ്രദ്ധയോടെ, അതിൽ താല്പര്യത്തോടെ വ്യാപരിക്കാനുള്ള, മുഴുകാനുള്ളൊരു കഴിവ് നാം സ്ലോലി ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം പിന്നീട് നമുക്ക് പ്രയോജനകരമാവുന്നത്. സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ സമ്പത്ത് കാലത്ത് തൈ വയ്ക്കുന്ന പോലെയാണത്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വരുമ്പോൾ നമുക്ക് മനസ്സിനെ പെട്ടെന്ന് അതിലേക്ക്, അതായത് നല്ല ചിന്തകളിലേക്ക് കൊണ്ടുപോകാനുള്ള ശക്തി, കരുത്ത്, കഴിവ് അന്തർലീനമാവും. കാരണം ഇവിടെയാണ് പ്രത്യേകിച്ച് കുട്ടികളോടൊക്കെ എനിക്ക് പറയാം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളിൽ മനസ്സിനെ കൊണ്ടുവരിക എന്നത് വലിയൊരു തപസ്സാണ്. അതിനാണ് പ്രാണായാമവും പ്രണവോപാസനയും ജപവും ഒക്കെ പരിശീലിച്ച് അങ്ങനെ മനസ്സിനെ ഏകാഗ്രതയുടെ ലോകത്തിലേക്ക് കൊണ്ടുവന്ന് ക്രമേണ മനസ്സിനെ ചിട്ടപ്പെടുത്താൻ സാധിച്ചാൽ ഇവിടെ വലിയ പരിവർത്തനം നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് കൃഷ്ണൻ കർമ്മഫലാസംഘം എന്ന് പറഞ്ഞത്. കർമ്മഫലം എടുത്തു കളയലല്ല, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ വേറൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ മനസ്സിനെ അനുവദിക്കാതിരിക്കുക. ഇതാണ് അതിൻ്റെ ഒരർത്ഥം. ഇനി രണ്ടാമതൊരർത്ഥം, മനുഷ്യൻ എപ്പോഴും ഓർക്കണം, ഏത് പ്രവൃത്തിയും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതിന് കാരണം എൻ്റെ മാത്രം മിടുക്കല്ല. ഇവിടെ ഈ എന്താ പറയുക, കിട്ടുന്ന പണം മുഴുവൻ എൻ്റെ കാര്യത്തിന് വേണ്ടി ദൂർത്തടിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിൽ എല്ലാവരും അല്ല, സം കൈൻഡ് ഓഫ് ആൾക്കാർ, ഞാൻ IT പഠിച്ചു, എനിക്കിന്ന് നല്ല ജോലിയുണ്ട്, കിട്ടുന്ന ശമ്പളം മുഴുവൻ അങ്ങോട്ട് തകർക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഫ്ലാറ്റോ നിങ്ങൾ പലതും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ രണ്ട് കാര്യം കൂടി മറക്കരുത്. നിങ്ങൾക്ക് എന്ത് കർമ്മവും ചെയ്യാൻ സാധിക്കുന്നതിന് കാരണം, ഏത് പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കുന്നതിന് കാരണം ഒരു ആരോഗ്യമുള്ള ഒരു പ്രകൃതി ഇവിടെ നിലനിൽക്കുന്നുകൊണ്ടാണ്. ഒരു പ്രകൃതി നല്ല രീതിയിലല്ല നിലനിൽക്കുന്നതെങ്കിൽ എന്ത് പ്രവൃത്തി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഇപ്പോൾ തന്നെ കോവിഡ് ഉണ്ടാക്കി വെച്ച ദുരന്തം കണ്ടില്ലേ നിങ്ങൾ? എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, പ്രകൃതിയുടെ താളം തെറ്റുന്നതിന് കാരണം നാം അതിൻ്റെ താളം തെറ്റിക്കുന്നതുകൊണ്ടാണ്. ഇന്ന് കാർബൺ എമിഷൻ, അതുകൊണ്ട് ഗ്ലോബൽ വാർമിംഗ്, അന്തരീക്ഷത്തിൻ്റെ താപം കൂടുക കാരണം ഇന്ന് അടിക്കടിക്കാണ് കടലുകളിലൊക്കെ, എല്ലാ കടലിലും, ബംഗാൾ ഉൾക്കടലായാലും ശരി, അറേബ്യൻ കടലിലായാലും ശരി, എന്നും ഡിപ്രഷനാണ്, ന്യൂനമർദ്ദം. പോരാത്തതിന് ചുഴലിക്കാറ്റ്, എന്ത് ശക്തമായ കാറ്റാണ് വീശുന്നത്. അങ്ങനെ പ്രകൃതി താളം തെറ്റുമ്പോൾ കൃഷിയെ ബാധിക്കുന്നു, പലതും താളം തെറ്റുന്നു. നിങ്ങൾ വെറും IT-ക്കാരായിരുന്നിടേണ്ട കാര്യം, താളം തെറ്റുന്ന പ്രകൃതി നിങ്ങൾക്കെന്ത് സുരക്ഷിതത്വം തരുന്നു? അതുകൊണ്ട് ഈ പ്രകൃതിയെ നിലനിർത്തണം. പ്രകൃതിയെ നിലനിർത്താനും നമുക്ക്, അതായത് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന നേച്ചറിനെ പിടിച്ച് അതിൻ്റെ താളത്തിൽ നിലനിർത്തുക എന്നത് നമ്മുടെ ഒരു കർത്തവ്യമാണോ? സ്വയം ചിന്തിക്കൂ നിങ്ങൾ. പ്രകൃതിക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ എല്ലാവരും ഒന്ന് ഇറങ്ങിത്തിരിക്കണം അതിന്.
പ്രകൃതി വളരെ പ്രധാനമാണ് ഇന്നത്തെ കാലത്ത്. കാരണം താളം തെറ്റുന്ന പ്രകൃതി ഉള്ളൊരു സമൂഹത്തിൽ നിങ്ങൾക്ക് എന്ത് കർത്തവ്യം? നിങ്ങൾ പറയുക, ഞാൻ ജോലി ചെയ്തു, എനിക്ക് പണം കിട്ടണം. ശരി, പക്ഷേ നിങ്ങൾക്ക് ജോലി ചെയ്യാനൊരു പ്രകൃതി വേണ്ടേ? ചുമരുണ്ടെങ്കിലല്ലേ എഴുതാൻ പറ്റുള്ളൂ. അതെന്തേ നമ്മൾ മറക്കുന്നത് പലരും? യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, വളരെ ശ്രദ്ധിക്കൂ. കാരണം ഭൂകമ്പങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ദൈനംദിന വാർത്തയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെയൊക്കെ ആഘാതങ്ങൾ, പ്രശ്നങ്ങൾ കൂടുക എന്നല്ലാതെ കുറയാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് ആദ്യം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഈ പ്രകൃതിയെ എങ്ങനെ താളത്തിൽ നിലനിർത്താൻ സാധിക്കും? 5000 വർഷം മുമ്പുള്ള കഥകൾ എടുത്തു നോക്കൂ. കൃഷ്ണൻ്റെ ശരീരം തുലാഭാരത്തട്ടിൽ വെച്ചൊന്ന് തൂക്കി നോക്കാൻ സത്യഭാമ ദേവിക്കൊരു തോന്നൽ. അപ്പം തൻ്റെ സ്വർണം വെച്ചുകൊണ്ട് കൃഷ്ണനെ തുലാഭാരം തൂക്കുക. നിങ്ങളൊക്കെ ഗുരുവായൂരിൽ പലരും തുലാഭാരം ചെയ്യാറുണ്ട്. കറിവേപ്പില കൊണ്ട്, പുസ്തകം കൊണ്ട്, അധികം പഞ്ചസാര അരിയാണ്, അവില്, മലര്, എണ്ണ, പിന്നെ പലരും വാഴക്കൊലകളൊക്കെ വെച്ചിട്ട്, അവിടെ നല്ല ഏത്തക്കൊലയൊക്കെ വരും, അതൊക്കെ വെച്ചിട്ട് തുലാഭാരം ചെയ്യുന്ന കാണാം. സത്യഭാമാദേവിക്ക് ധാരാളം സ്വർണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ സ്വർണ്ണാഭരണങ്ങളെ കൊണ്ടുവേണം കൃഷ്ണന് തുലാഭാരം. അങ്ങനെ തുലാഭാരത്തട്ടിൽ കൃഷ്ണനെ ഇരുത്തണോ, മറ്റേ തട്ടിൽ തൻ്റെ ആഭരണങ്ങളൊക്കെ, ആഭരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, കിലോ കണക്കിനാണ്. കാരണം അച്ഛൻ്റെ കയ്യിൽ സമന്തകമണി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് സ്വർണം കിട്ടിയ ആ ഫ്രീ സ്വർണം കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ ഇഷ്ടം മാതിരി. പക്ഷെ എത്ര സ്വർണ്ണാഭരണം വെച്ചിട്ടും കൃഷ്ണൻ്റെ തട്ടിനൊരു ഇളക്കമില്ല. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന രുക്മിണീ ദേവി സത്യഭാമയുടെ മുഖത്ത് നോക്കി. തൻ്റെ അഹങ്കാരം ഇടിഞ്ഞു പൊടിഞ്ഞ്, ഇത്രയും നേരത്തെ എൻ്റെ സ്വർണം കൊണ്ട് കൃഷ്ണന് തുലാഭാരം തൂക്കുന്ന എല്ലാവരും കണ്ടോളൂ എന്നുള്ള അഹങ്കാരത്തിൽ നിന്ന ദേവിയുടെ അഹന്ത മുഴുവൻ തകർന്ന് തരിപ്പണമായി. വളരെ ജാല്യതയോടെ അങ്ങനെ നോക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. കൃഷ്ണനാണെങ്കിലോ കണ്ണടച്ച തുലാഭാരത്തട്ടിൽ അങ്ങനെ പുഞ്ചിരിച്ചിരിക്കുകയും ചെയ്യുന്നു, ഒന്നിലും ഇടപെട്ടില്ല. ആ സമയത്ത് രുക്മിണീ ദേവി വന്നിട്ട് ആ തുലാഭാരത്തട്ടിൽ വെച്ചിരിക്കുന്ന സ്വർണം മുഴുവൻ ആ തുലാഭാരത്തട്ടിൽ നിന്ന് മാറ്റി. ആദ്യം സത്യഭാമയ്ക്കൊരു വല്ലാത്തൊരു ദേഷ്യമൊക്കെ തോന്നി. ഞാൻ കൊണ്ടുവച്ച സ്വർണം എന്നൊക്കെ ഉള്ളൊരു ഭാവം. അത് മുഴുവൻ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി. സത്യഭാമാദേവി കരുതിയ രുക്മിണീ ദേവി വേറെ സ്വർണം കൊണ്ടുവരുന്നതാണ്, ഒരു പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ വെയിറ്റ് ഉള്ളത്. പക്ഷെ അതിശയം എന്ന് പറയട്ടെ, രുക്മിണീ ദേവി ഒരു തുളസിയില കൊണ്ടുവന്നിട്ട് തുലാഭാരത്തട്ടിൽ വെച്ചു. തുലാഭാരത്തട്ടത് കൃഷ്ണൻ ഇരിക്കുന്നിടത്ത് പൊങ്ങുന്നു. തുളസിയില വെച്ച ആ ലെവലിലേക്ക് തുലാഭാരത്തട്ട് തുടങ്ങി നിന്നു. എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുക. 10-100 കിലോ സ്വർണം കയ്യിലുണ്ടായിട്ട് തൂങ്ങാത്ത കൃഷ്ണൻ 1 ഗ്രാം പോലും വെയിറ്റ് ഇല്ലാത്ത തുളസിയില വെച്ചിട്ട് തൂങ്ങുന്നു. ആർക്കൊന്നും മനസ്സിലായില്ല. കൃഷ്ണൻ പറഞ്ഞു, ഇതിലെല്ലാം ഉണ്ടെന്ന്. എവിടെയാണോ പ്രകൃതി സുരക്ഷിതമായിട്ടിരിക്കുന്നത് അവിടെയാണ് ഈശ്വരനുമുള്ളത്. പ്രകൃതി താളത്തോടുകൂടി നിൽക്കുന്നിടത്താണ് ഈശ്വരനുള്ളത്. ഈശ്വരൻ എന്ന് പറയുന്നത് ഈ പ്രകൃതിയുടെ താളശക്തി തന്നെയാണ്, ഈ പ്രകൃതിക്കുള്ള സ്നേഹശക്തി തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഒക്കെ കർത്തവ്യമാണ്, കടമയാണ് പ്രകൃതിയുടെ താളത്തെ നിലനിർത്തൽ. പ്രകൃതിയുടെ താളം നിലനിർത്തുന്നതും ഒരു പൂജയാണ്. അപ്പം അതുകൊണ്ട് നാം തെറ്റിപ്പോവരുത്. നിങ്ങൾക്ക് എന്ത് തന്നെ ശമ്പളമോ എന്ത് കിട്ടിയാലും കർമ്മഫലത്തിൻ്റെ ആദ്യത്തെ അധികാരി നിങ്ങൾക്ക് കർമ്മം ചെയ്യാൻ നിങ്ങളെ സഹായിച്ച പ്രകൃതിയാണ്. അതിനുവേണ്ടി നമ്മുടെ സമ്പത്തിൻ്റെ ഒരു അംശം മാറ്റിവെക്കണം. അല്ലെങ്കിൽ പ്രകൃതി തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ ഒരു IT ഇല്ല, ഒരു BT ഇല്ല, CT ഇല്ല. ഒരു ഭൂകമ്പം കൊണ്ട് 8.5 റിച്ചാർഡ് സ്കെയിൽ അടിച്ചു കഴിഞ്ഞാൽ നേരെ നിന്ന വീട് തലകുത്തിനെയായിത്തീരും. നിങ്ങൾക്ക് ആ പ്രകൃതിക്ഷോഭത്തെ, പ്രകൃതി ഭൂകമ്പത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടോ? അപ്പം അതുകൊണ്ട് അഹങ്കരിക്കരുത്. നാം എല്ലാമാണെന്ന് വിചാരിക്കരുത്.
നമുക്കെല്ലാം തരുന്ന ശക്തികളെ ആദരിക്കണം, ബഹുമാനിക്കണം, നിലനിർത്തണം. കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം. ഉന്നിയ വേദവ്യാസ കവിത